Hi, I'm Hiba, currently Calicut Medical College first year PPS student ആണ്. So this video is about the first year books. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമായിരിക്കും ഫസ്റ്റ് ഇയറിൽ MBBS വരികയാണ്, കുറെ കാലത്തിന് ശേഷം നീറ്റൊക്കെ എഴുതി നമുക്ക് കിട്ടുകയാണ് ഫസ്റ്റ് ഇയർ. സോ ഇപ്പൊ തന്നെ വാങ്ങാനുള്ളൊരു ത്വര എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ഒക്കെ എത്രയോ മുന്നേ ഞാൻ ബുക്സിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിരിക്കുക, എന്തൊക്കെ ബുക്ക് വാങ്ങണം എന്തൊക്കെയാണ് വാങ്ങണം എന്നുള്ളത്. സോ ഇത് ഞാൻ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ ഉപയോഗിച്ച ബുക്സ് എന്നതിൽ പറയാം. ആൻഡ് അതർ ബുക്സ് ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് നല്ല ബുക്സ് എന്നും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ വീഡിയോ ജസ്റ്റ് ഒരു നോളേജിന് വേണ്ടി മാത്രമാണ്. അതായത് നമുക്ക് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് ഫസ്റ്റ് ഇയറിന് വേണ്ടത് എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പൊ തന്നെ ചാടി കയറിയിട്ട് ബുക്കൊന്നും പോയിട്ട് വാങ്ങാണ്ടിരിക്കുക. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇത് 3 വിഷയങ്ങളാണ്: അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അതിൽ അനാട്ടമി നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റും: ജനറൽ അനാട്ടമി, ഗ്രോസ് അനാട്ടമി, എംബ്രിയോളജി, ഹിസ്റ്റോളജി, ന്യൂറോ അനാട്ടമി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അനാട്ടമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം കണ്ണിങ്ഹാം ആണ്. കണ്ണിങ്ഹാമിന് ഒന്നിന് നല്ല റേറ്റ് വരും. സോ അത് 3 വോളിയൂംസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് 3 വേണം. സോ നമുക്ക് സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ സെക്കൻഡ് ഹാൻഡ് ബുക്സ് അവൈലബിൾ ആയിരിക്കും, കോളേജിൽ എല്ലാവരും തരുന്നതാണ്. കാരണം കണ്ണിങ്ഹാം ആകെ ഫസ്റ്റ് ഇയർ മാത്രമേ വേണ്ടൂ. അപ്പൊ ആരും പിന്നെ അത് ഫെർദർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ബുക്ക് വാങ്ങിയാൽ മതി കണ്ണിങ്ഹാം. ദെൻ ജനറൽ അനാട്ടമിയുടെ ബുക്കാണ് നമുക്ക് ഫസ്റ്റ് 2 വീക്സ് ആവശ്യം ഉണ്ടാവുക. ജനറൽ അനാട്ടമി അതൊരു കുഞ്ഞു ബുക്കാണ്. ആൻഡ് പിന്നെ ഉള്ളത് ഗ്രോസ് അനാട്ടമിയുടെ ബുക്ക്, അത് 3 വോളിയൂംസ് ആണ്. അപ്പോൾ ഗ്രോസ് അനാട്ടമി നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക ബി.ഡി. ചൗരസ്യ ആൻഡ് വിശ്രാം സിംഗ് ആണ്. വിശ്രാം സിംഗ് 3 വോളിയൂംസ് ഉണ്ടാവും. അതിൽ ഓരോ വോളിയത്തിനും 700-800 റേഞ്ചാണ് വരാം. ആൻഡ് ബി.ഡി. ചൗരസ്യ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ആൻഡ് ബി.ഡി. ചൗരസ്യ മൊത്തത്തിൽ 4 വോളിയൂംസ് ഉണ്ട്. ആൻഡ് ദെൻ ഹിസ്റ്റോളജി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും IB സിംഗിന്റെ ബുക്കാണ് പ്രിഫർ ചെയ്യാറ് ഹിസ്റ്റോളജിക്ക്. ദെൻ എംബ്രിയോളജിയും IB സിംഗിന്റെ ബുക്ക് ഉണ്ട്, വിശ്രാം സിംഗിന്റെ ബുക്കും എംബ്രിയോളജി ഉണ്ട്. അതിൽ IB സിംഗ് ആണ് എംബ്രിയോളജി ഞാൻ പൊതുവെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ആൻഡ് പിന്നുള്ളത് ന്യൂറോ അനാട്ടമി ബി.ഡി. ചൗരസ്യ ആൻഡ് വിശ്രാം സിംഗ് ഉണ്ട്. സോ ബി.ഡി. ചൗരസ്യ ആൻഡ് വിശ്രാം സിംഗ് ആണ് കുറച്ചും കൂടി നമുക്ക് വായിക്കാൻ സുഖം. അതിൽ തന്നെ വിശ്രാം സിംഗ് ആണ് കുറച്ചും കൂടി സുഖം. ആൻഡ് അല്ലാത്ത റെഫറൻസ് ബുക്സ് വേറെയുണ്ട്, ഗെയ്സ് അനാട്ടമി, അറ്റ്ലസ്, അതേപോലത്തെ റെഫറൻസ് ബുക്സ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് PDF കിട്ടും. പിന്നെ അനാട്ടമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസെക്ഷന്റെ സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ്. സോ അനാട്ടമി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ശ്രമിക്കുന്നില്ല, എല്ലായിടത്തും ഉണ്ടാവും അനാട്ടമി ടെക്സ്റ്റ് ബുക്ക്. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അനാട്ടമി ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഉണ്ടാവും. കാരണം നമുക്ക് ഡിസെക്ഷൻ എന്ന് പറഞ്ഞത് 3 hours ആണ്. ആ ഒരു 3 hours നമുക്ക് ഫുൾ ടൈം ഒന്നും ഡിസെക്ട് ചെയ്യാനുണ്ടാവില്ല. അതിനൊരു ഒരു പകുതി മിനിറ്റ് ഡിസെക്ഷനും ബാക്കി പകുതി നമ്മൾ അവിടുന്ന് പഠിക്കുകയായിരിക്കും ചെയ്യാം. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ആവശ്യമാണ്. സോ അനാട്ടമി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങേണ്ടി വരും. എംബ്രിയോളജിയുടെ ബുക്ക് വാങ്ങാൻ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് തന്നെ PDF തരും. അല്ലാന്നുണ്ടെങ്കിൽ സീനിയേഴ്സിന്റെ PDFs ഉണ്ടാവും. പിന്നെ ടെക്സ്റ്റ് ബുക്കിന് തന്നെ ഓൺലൈൻ PDF ഉണ്ടാവും. ന്യൂറോ അനാട്ടമി ആണെന്നുണ്ടെങ്കിൽ വിശ്രാം സിംഗ് ആണ് കുറച്ചും കൂടി വായിക്കാൻ സുഖം. ഞാൻ പഠിച്ചത് ന്യൂറോ അനാട്ടമി വിശ്രാം സിംഗിന്റെ ബുക്ക് വെച്ചിട്ടാണ്. നല്ല ബുക്കാണ്, അപ്പം വായിക്കാൻ നല്ല സുഖമാണ് നമുക്ക്. വിശ്രാം സിംഗ് ആണെങ്കിൽ എക്സാമിന് തന്നെയും നമുക്ക് വായിക്കാം. വെച്ചാൽ PDF കുറച്ചും കൂടി നമുക്ക് മൈൻഡിൽ കയറാൻ ടെക്സ്റ്റ് തന്നെയാണ്. അനാട്ടമി പ്രത്യേകിച്ച് അനാട്ടമി മീൻസ് വാസ്റ്റ് ടോപ്പിക്കാണ്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. സോ നമുക്ക് ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സുഖം. ദെൻ ഫിസിയോളജി വരാന്നുണ്ടെങ്കിൽ GK പാർട്ടും ഗീതയാണ് പൊതുവെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് ഗൈറ്റൻ, ഗനോം ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് ഗീതയായിരുന്നു. ഗീത മീൻസ് അത് ഞാൻ ഫുൾ ടൈം വായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ ഹെമറ്റോളജി പോർഷൻസും പിന്നെ ലാസ്റ്റ് CNS സെമിനാർ വന്നപ്പം CNSന്റെ ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പഠിച്ചിട്ടില്ല, കാരണം അത് ഒരുപാടുണ്ട്. ബയോകെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാസുദേവന്റെ ബുക്കും സത്യനാരായണ ബുക്കൊക്കെ ഞാൻ വായിച്ച് കണ്ടിട്ടുണ്ട്, പലരും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് വാസുദേവന്റെ ബുക്കാണ് ഞാൻ കാണിച്ചത്. 10th edition ആണ്, ഞാൻ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. ഇപ്പോൾ കറന്റ് 11th edition അവൈലബിൾ ആണ്. ഇനി അതിന് മെയിനായിട്ട് പറയാനുള്ളത് ആരും ഇപ്പം തന്നെ വാങ്ങിക്കേണ്ട. ഒരുപാട് PDFs ഉണ്ടാവും, ഓൺലൈൻ PDFs ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും
ഓൺലൈനായിട്ടുള്ള PDF ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പൊ തന്നെ ടെലിഗ്രാമിലൊക്കെ അടിച്ചാൽ കിട്ടും. ആൻഡ് അല്ലാന്നുണ്ടെങ്കിൽ സീനിയേഴ്സും ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ PDF ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ PDFs ഓൺലൈനായിട്ട് അയച്ചുതരാം. ആൻഡ് അത്രയേ ഉള്ളൂ. എല്ലാവരും ഫസ്റ്റ് PDF ഓൺലൈനായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് വാങ്ങാം. പിന്നെ ഇതിലിപ്പം അനാട്ടമി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജ് അനുസരിച്ച് പറയും. ചില ടീച്ചേഴ്സിന് ചില ബുക്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞങ്ങളോട് ഫിസിയോളജി ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഏത് ബുക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ഗീതയാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം മാം പറഞ്ഞു, നമ്മുടെ ഫിസിയോളജിയുടെ HOD പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എന്താണോ തരുന്നത് അത് പഠിച്ചാൽ മതി. അത് എക്സാമിന് വരും, അത് എക്സാമിന് എഴുതിയാൽ മതി. കാരണം ഏറ്റവും നല്ലത് നമുക്ക് പഠിക്കാൻ ടീച്ചേഴ്സ് തരുന്ന നോട്ട് തന്നെ ആയിരിക്കും. കാരണം അവര് ഒരുപാട് ബുക്സ് റെഫർ ചെയ്തിട്ടാണ് നമുക്ക് നോട്ട്സ് തരുന്നത്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റത്തെ നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ അഡ്വാൻസ്ഡ് ആയ ടെക്സ്റ്റ് നമുക്ക് വായിക്കാൻ സമയം ഉണ്ടാവില്ല. എന്തായാലും ഉണ്ടാവില്ല, എല്ലാവർക്കും ഒന്നും വായിക്കാൻ സമയം ഉണ്ടാവില്ല. സോ അവര് തരുന്ന നോട്ട്സ് അത്രയും റെഫർ ചെയ്ത് അത്രയും നല്ല നോട്ടായിരിക്കും. സോ അതാണ് കുറച്ചും കൂടി പഠിക്കാൻ സുഖം. അതുകൊണ്ട് പഠിക്കാൻ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതാണ് പഠിക്കാൻ നല്ലത്. എക്സാമിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ നോട്ടാണ് നല്ലത്. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ പറയാം.